ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയാണ്. നേരിയ അരിമുറുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? ഇതിനു വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഉഴുന്നുപരിപ്പ് ഒരു 4-5 പ്രാവശ്യം കഴുകി ഉണക്കിയെടുത്തതാണ്. ഇതൊരു ചീനച്ചട്ടിയിലിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ഉഴുന്നുപരിപ്പ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് മുറുക്കുണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് മുറുക്കിനൊക്കെ ഒരു ടേസ്റ്റ്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പശുവിൻ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം വെച്ച് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഏകദേശം 1.5-1.25 കപ്പ് വെള്ളമാണ് ഇത് കുഴക്കാൻ വേണ്ടി വന്നത്. ആദ്യം നമുക്ക് സ്പൂൺ വെച്ച് കുഴക്കാം, പിന്നെ കൈ കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായി ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഒരു സ്മൂത്ത് പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുറുക്കിനുള്ള ബാറ്റർ മാവ് തയ്യാറായിട്ടുണ്ട്. അധികം കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ അധികം ലൂസാവാനും പാടില്ല ഇതിൻ്റെ മാവ്. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് സ്റ്റാർ രൂപത്തിലുള്ള അച്ചാണ് വേണ്ടത്. ഇതിൻ്റെ ബ്ലേഡ് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ കയ്യിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. കുറേ മുറുക്ക് ഇങ്ങനെ ഒന്നിച്ചിട്ട് വറക്കുന്നതിലും നല്ലത് കുറച്ചായി വറുത്തെടുക്കുന്നതാണ്. അധികം ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. കുറച്ച് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. തണുക്കുമ്പോൾ ഒന്നുകൂടി കളർ കൂടുന്നതായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഒരു 1/2 കിലോ മുറുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ടിന്നിലിട്ട് വെച്ചാൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. Thank you for watching.